നെയ്യെല്ലാം ചാടി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മുടെ തേങ്ങാ മിഠായി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തേങ്ങാ മിഠായി ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ ഒരു തേങ്ങ എടുത്ത് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ശരിയാക്കാനായിട്ട് പോകാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും നെയ്യും കൂടി ചൂടായപ്പോൾ നല്ല മണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 10ന്റെ 2 മിൽക്കി ബാർ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നമ്മുടെ തേങ്ങയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. മിൽക്കി ബാർ ഇത്തിരി മെൽറ്റായി പോയതാണ്. അതെന്തായാലും നന്നായി, പെട്ടെന്ന് ഇതിനകത്ത് യോജിക്കും. നമുക്ക് ഈ ഹോർലിക്സും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കയും ജീരകം പൊടിച്ചതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇത് തീ കൂട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കാൻ വരും. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ വരട്ടി ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് ഇതിനെ രൂപം മാറ്റി നിർത്തി എടുക്കാവുന്നതാണ്. നമ്മുടെ മിഠായി ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുകളിൽ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് നല്ലപോലെ ഇതിൽ തന്നെ നെയ്യുണ്ട്, പ്രത്യേകിച്ചൊന്നും ചേർക്കണ്ട. ഈ നെയ്യിൽ നമുക്ക് ഉരുട്ടി വെച്ചാൽ മതി. നെയ്യെല്ലാം ചാടി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മുടെ തേങ്ങാ മിഠായി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.